എറണാകുളത്ത് അഭിഭാഷക വിദ്യാർത്ഥി സംഘർഷത്തിൽ 10ഓളം പേർക്കെതിരെ കേസെടുത്തിട്ടുണ്ട്. പോലീസിനെ മർദ്ദിച്ചതിനാണ് വിദ്യാർത്ഥികളും അഭിഭാഷകരും ഉൾപ്പെടെയുള്ളവർക്കെതിരെ കേസെടുത്തിരിക്കുന്നത്. സംഭവത്തിൽ ഇതുവരെ 3 കേസുകൾ അവിടെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. വിഷ്ണു സുരേഷാണ് വിശദാംശങ്ങളുമായി ചേരുന്നത്. വിഷ്ണു, 2 ദിവസമായി ഈ സംഘർഷം പല തലങ്ങളിൽ നടക്കുന്നുണ്ട്. ഇന്നലെയും അങ്ങോട്ടും ഇങ്ങോട്ടും പരാതികളും ആരോപണങ്ങളും ഉയർന്നിരുന്നു. എന്താണ് പുതിയ വിവരങ്ങൾ? പോലീസ് ഇക്കാര്യത്തിൽ നൽകുന്ന വിശദീകരണം എന്തൊക്കെയാണ്? വിജയകുമാർ, സംഘർഷത്തിലൊരു അയവുണ്ടായിട്ടുണ്ട്. ഇന്നലെ വൈകിട്ടോടുകൂടി പ്രശ്നം ഏറെക്കുറെ രംഗമായി പരിഹരിച്ചിട്ടുണ്ട്. പക്ഷേ ഇതിന്റെ നിയമ നടപടികളുമായി പോലീസ് മുന്നോട്ട് പോവുകയാണ്. ഇതുവരെ 3 കേസുകൾ രജിസ്റ്റർ ചെയ്തു. ഒന്ന് അഭിഭാഷകർ നൽകിയ പരാതിയിൽ വിദ്യാർത്ഥികൾക്കെതിരെയും, വിദ്യാർത്ഥികൾ നൽകിയ പരാതിയിൽ അഭിഭാഷകർക്കെതിരെയുമാണ് കേസ് എടുത്തിട്ടുള്ളത്. ഇപ്പോൾ ഈ പോലീസിന്റെ കൃത്യനിർവഹണം തടസ്സപ്പെടുത്തിയെന്ന് ചൂണ്ടിക്കാട്ടിയാണ് 3ാമത്തെ കേസ് എടുത്തിരിക്കുന്നത്. ഈ സംഘർഷവുമായി ബന്ധപ്പെട്ട 5ലധികം പോലീസുകാർക്ക് പരിക്കേറ്റിരുന്നു. ആ പശ്ചാത്തലത്തിലാണ് പുതിയ കേസ് എടുത്തിരിക്കുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമുള്ളത്, മഹാരാജാസ് കോളേജിലേക്ക് അഭിഭാഷകർ ബിയർ ബോട്ടിലുകൾ വലിച്ചെറിഞ്ഞു എന്ന് ചൂണ്ടിക്കാട്ടി മഹാരാജാസ് കോളേജിന്റെ പ്രിൻസിപ്പൽ ഒരു പരാതി പോലീസിൽ നൽകിയിട്ടുണ്ട്. ദൃശ്യങ്ങൾ സഹിതമാണ് പരാതി നൽകിയിരിക്കുന്നത്. ഒരുപക്ഷെ ആ പരാതിയിൽ കൂടി കേസെടുക്കാനുള്ള സാധ്യത നിലവിലുണ്ട്. ഈ തർക്കവുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നപരിഹാരത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുണ്ട് എന്നാണ് ലഭിക്കുന്ന വിവരം. വിജയകുമാർ.